നമസ്കാരം. ഋതുവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ചടയമംഗലം പൂങ്കോട് വാർഡ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട LDFന്റെ പൊതുയോഗം നടന്നു. പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. വിമൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിന്നുപിള്ള സ്വാഗതം പറഞ്ഞു. LDF നേതാക്കളായ S വിക്രമൻ, D രാജപ്പൻ നായർ, PK ബാലചന്ദ്രൻ, പത്മകുമാർ, ഹരി വി നായർ, മുസ്തഫ, R ഗോപാലകൃഷ്ണപിള്ള എന്നിവർ പൊതുയോഗത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ പ്രേം, ചടയമംഗലം. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് വരാനിടയായ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ആയിരുന്ന സഖാവിന് ജോലി കിട്ടിയപ്പോൾ സ്വാഭാവികമായി ആ കുടുംബം മുന്നോട്ട് നയിക്കുന്നതിന് ജോലി അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അനുമതിയോടുകൂടി ജോലിക്ക് പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങളെ ചേർത്ത് നിർത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഈ ഗവൺമെന്റ് മുഖ്യമായിട്ടുള്ള ലക്ഷ്യം. തൊട്ട് താഴെയാണ് ഈ വഴിയെ താഴോട്ട് പോകുമ്പോൾ ആ നേതാവ് അവിടെ വീട് മേടിച്ച് വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രചരണങ്ങളാണ് ഈ മൈക്ക് സ്ക്വാഡിലൂടെ എല്ലാം നടത്തുന്നത്. വികസനമില്ല, ഈ പഞ്ചായത്തിൽ വികസനമില്ല, വാർഡിൽ വികസനമില്ല. നാളെ മുതൽ അവരുടെ മൈക്ക് സ്ക്വാഡ് വരുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ആ നേതാവാണ് പറയുന്നത്. ആ നേതാവ് ഇതുവഴി നടന്ന് ഒരു സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റുന്ന വഴിയിലൂടെ നടന്ന് വീട്ടിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഈ റോഡ് ഞങ്ങൾ വെട്ടി കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. ഇപ്പോൾ മക്കളും മരുമക്കളും എല്ലാം കാറിലാണ് ആ വീട്ടിൽ ചെല്ലുന്നത്. അതിനെ എതിർത്ത് തരാം. അവിടെ വസ്തു തരില്ല എന്ന് പറഞ്ഞത് ഈ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. കോൺഗ്രസ്സുകാരന്റെ വീട്ടിലേക്കുള്ള വഴി വെട്ടിയപ്പോൾ അതിനെ എതിർത്തത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. പക്ഷെ ആ തടസ്സങ്ങളെല്ലാം ഞങ്ങൾ മറികടന്നു. ഇപ്പോ അവിടെ മുഴുവനായും റോഡെത്തി, അവരുടെ വീട്ടിൽ വാഹനം ചെല്ലും. പുള്ളി വൈകിട്ട് സ്കൂട്ടിയിൽ ആ വീട്ടിൽ ചെല്ലാൻ ഒരു തടസ്സവുമില്ല. അങ്ങനെ വ്യക്തിപരമായ രാഷ്ട്രീയം നോക്കിയാണോ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്? അല്ല. ഈ വാർഡിൽ തന്നെ എത്രയോ ക്ഷേമ പെൻഷനുകൾ 60 വയസ്സ് പൂർത്തിയാവുന്ന മുറയ്ക്ക് തന്നെ നമ്മുടെ വാർഡ് മെമ്പർ കൃത്യമായി ഉണ്ടായിരുന്നു, ബന്ധപ്പെടും. ആ അപേക്ഷ മേടിച്ച് പഞ്ചായത്തിൽ കൊടുക്കും. 3 മാസത്തിനകം അവർക്ക് പെൻഷൻ വരും. ആ പെൻഷൻ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ കൃത്യമായും. UDFന്റെ ഭരണകാലത്ത് 18 മാസം കുടിശ്ശികയുള്ള കാറിലൂടെ KSRTC സ്റ്റാൻഡിലേക്ക് പറന്നു പോവുകയാണ് നമ്മൾ വെട്ടിയ റോഡിൽ. അതിലേ പോയിട്ടാണ് പറയുന്നത് വികസനമില്ല. ഈ നിങ്ങളിൽ എല്ലാവരും ഇതിലെ യാത്ര ചെയ്യുന്നതാണല്ലോ, വന്നിട്ടുണ്ടല്ലോ. എല്ലാ റോഡും നമ്മൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിന്റെ ഒരു വാർഡിന് അനുവദിക്കുന്ന ഫണ്ടുകൾക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെല്ലാം ഇവിടുത്തെ LDF നേതൃത്വനിരയുടെ സഹായത്തോടെ മറികടന്നാണ് നമ്മൾ ഈ വാർഡിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ UDF സ്ഥാനാർത്ഥിയായിരുന്ന ഉഷാ ബോസിന്റെ വീട്ടിന്റെ മുമ്പിലുള്ള ഒരു 30 മീറ്റർ ഈ 4 വർഷം കൊണ്ട് ഇവിടുത്തെ MP